ലോകം ഭയപ്പെട്ട ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. 2026 ഫെബ്രുവരി 28. ചരിത്രം രക്തം കൊണ്ടെഴുതപ്പെടുന്ന ദിവസം. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാന്റെ മണ്ണിൽ ബോംബുകൾ വർഷിച്ചു കഴിഞ്ഞു. നിഴൽ യുദ്ധങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ നടക്കുന്നത് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. എന്നാൽ ഇറാൻ അടങ്ങിയിരുന്നില്ല. മിസൈലുകൾ കൊണ്ട് ആകാശം ചുവപ്പിച്ചുകൊണ്ട് അവർ ഇസ്രയേലിന് നേരെ തിരിച്ചടിച്ചു. അത് അവിടെയും തീർന്നില്ല. ഖത്തറിലെ അൽ ഉദൈദ്, കുവൈറ്റിലെ ക്യാമ്പ് അരിഫ്ജാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈലുകൾ പാഞ്ഞുചെന്നു. മിഡിൽ ഈസ്റ്റ് ഒന്നടങ്കം ഒരു വെടിമരുന്ന് ശാലയായി മാറിയിരിക്കുന്നു. ഈ വീഡിയോയിൽ നാം കാണുന്നത് ഇറാന്റെ പ്രത്യാക്രമണ തന്ത്രങ്ങളും ഈ യുദ്ധം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുമാണ്. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ വായുസേനയല്ല, മറിച്ച് മണ്ണിലുറപ്പിച്ച ഈ മിസൈൽ നഗരങ്ങളാണ്. ഇറാനിലെ പർവ്വതങ്ങൾക്കുള്ളിൽ 500 മീറ്റർ താഴെയായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൂറ്റൻ ബാലിസ്റ്റിക് മിസൈലുകൾ. അമേരിക്കൻ റഡാറുകൾക്കും ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കും അപ്പുറമാണ് ഇവയുടെ സ്ഥാനം. യുദ്ധം തുടങ്ങിയാൽ ആദ്യത്തെ 24 മണിക്കൂറിൽ സംഭവിക്കുക സാച്ചുറേഷൻ സ്ട്രൈക്ക് എന്ന തന്ത്രമാണ്. ഇറാന്റെ തന്ത്രം കൃത്യതയല്ല, മറിച്ച് എണ്ണമാണ്. അയൺ ഡോമിനും പേട്രിയോട്ട് സിസ്റ്റത്തിനും തടുക്കാവുന്നതിലും അധികം മിസൈലുകൾ അവർ ഒരേ സമയം തൊടുത്തുവിടും. ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ നഗരങ്ങളെ അല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ്. അൽ ഉദൈദ്, അൽ ദഫ്ര തുടങ്ങിയ താവളങ്ങൾ മിസൈൽ മഴയിൽ മുങ്ങും. ഫത്ത പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇവയെ തടുക്കുക എന്നത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ കരയിലെ യുദ്ധത്തേക്കാൾ അമേരിക്ക ഭയക്കുന്നത് കടലിലെ ഒരു ഇടുങ്ങിയ വഴിയെയാണ്. അതാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ്. തങ്ങളുടെ നേവിക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത് അസമമായ യുദ്ധതന്ത്രമാണ്. ഇവിടെ വില്ലൻ വലിയ കപ്പലുകളല്ല, മറിച്ച് ചെറിയ സ്പീഡ് ബോട്ടുകളാണ്. നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഒരേ സമയം ഒരു അമേരിക്കൻ കപ്പലിനെ വളയുന്നു. ഇതിനെ സ്വാം അറ്റാക്ക് എന്ന് വിളിക്കുന്നു. റഡാറുകൾക്ക് ഇത്രയധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. കൂടാതെ കടലിന്റെ അടിത്തട്ടിൽ ഇറാൻ ആയിരക്കണക്കിന് മൈനുകൾ വിന്യസിക്കും. ഒരു എണ്ണ ടാങ്കറോ അമേരിക്കൻ കപ്പലോ ഇതിനെ തട്ടിയാൽ ഹോർമൂസ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കും. ഫലമോ, ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ലോക സമ്പദ് വ്യവസ്ഥ തകരും. അമേരിക്കൻ ജനതയ്ക്കും ഇത് വലിയ സാമ്പത്തിക ആഘാതമുണ്ടാക്കും. ഇറാനെ ആക്രമിച്ചാൽ യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇസ്രായേലിന്റെ അതിർത്തി മുതൽ യമൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തീവലയം സജീവമാകും. ഇപ്പോൾ ദുർബലമെന്ന് തോന്നുന്ന പല മിലീഷ്യകളെയും അവർ ആക്റ്റീവാക്കും. ലെബനനിലെ ഹിസ്ബുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു നോൺ സ്റ്റേറ്റ് സൈന്യം. അവരുടെ കൈവശം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് 1.5 ലക്ഷത്തോളം റോക്കറ്റുകളുണ്ട്. ഇറാനെ തൊട്ടാൽ ഇസ്രായേലിന് നേരെ ഒരു റോക്കറ്റ് വർഷം തന്നെ ഉണ്ടാകും. തെക്ക് യമനിൽ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിക്കും. ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾ അമേരിക്കൻ എംബസികൾക്കും സൈനികർക്കും നേരെ ഗറില്ല ആക്രമണങ്ങൾ അഴിച്ചുവിടും. അമേരിക്കൻ സൈന്യത്തിന് ഒരേ സമയം പല സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വരും. ഇതാണ് ഇറാന്റെ ഫോർവേഡ് ഡിഫൻസ് തന്ത്രം. ശത്രുവിനെ സ്വന്തം അതിർത്തിക്ക് പുറത്തു വെച്ച് നേരിടുക. യുദ്ധം വെടിയുണ്ടകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇറാന്റെ സൈബർ ആർമി അമേരിക്കൻ പവർ ഗ്രിഡുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ തകർക്കുന്നുണ്ടാകാം, പക്ഷേ അതിൻ്റെ വില ലോകം മുഴുവൻ നൽകേണ്ടി വരും. കത്തിയെരിയുന്ന എണ്ണപ്പാടങ്ങളും തകർന്നടിയുന്ന ഓഹരി വിപണികളും അഭയാർത്ഥി പ്രവാഹവും. മധ്യപൂർവേഷ്യയിൽ ഇന്ന് പുകയുന്നത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് ഒരു ആഗോള ദുരന്തത്തിൻ്റെ തുടക്കമാണ്. ഈ മഹായുദ്ധത്തിൽ ആര് ജയിക്കുമെന്നതല്ല, മറിച്ച് ലോകം എങ്ങനെ അതിജീവിക്കും എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.